ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവമംഗലത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായ ഗോമതി സ്റ്റോഴ്സിലേക്ക് വലതുകാല് വെച്ച് കയറുവാട്ടോ. അങ്ങനെ രാമേട്ടനോട് രാമേട്ടൻ പറയുന്നത് ദേവിമോള് തന്നെ വലതുകാല് വെച്ചിട്ട് താക്കോൽ തുറന്ന് അകത്ത് കയറാൻ വേണ്ടി പറയുമ്പോൾ ദേവി ആദ്യമൊക്കെ ബുദ്ധിമുട്ടി കാണിക്കണ്ട, അയ്യോ അത് സാരില്ല രാമേട്ടൻ തുറന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, ദേവി തന്നെ തുറന്ന് അകത്ത് കയറാൻ വേണ്ടി പറയാണ്. അങ്ങനെ ദേവി വാതിലൊക്കെ തുറന്ന് അകത്തേക്കൊക്കെ കയറുന്നുണ്ട് കേട്ടോ. ശേഷം രാമേട്ടൻ പറയുന്നത് അതെ, ഇത് ബാലന്റെ സിംഹാസനമാണ്, ഇനി ആ സിംഹാസനത്തിൽ ഇരുന്നോട്ടെ എന്ന് പറയാണ്. അയ്യോ എനിക്ക് ഇവിടേക്ക് വളരെ പേടിയാവുന്നു. എന്തിനാ മോളെ പേടിക്കുന്നത്? പേടിക്കേണ്ട ഒരു കാര്യമില്ല, മോൾ ഇവിടെ ഇരിക്കുക എന്ന് പറയാണ്. അങ്ങനെ ദേവി അവിടെ ഇരിക്കുന്നു കേട്ടോ. അപ്പൊ സാധനം മേടിക്കാൻ ഒരു പുള്ളി ചോദിക്കണ്ടേ, എല്ലാ രാമേട്ട ഇതാരാ, ഇത് പുതിയ ആളെ വെച്ചോ എന്ന് ചോദിക്കുമ്പോ അയ്യോ ഇത് പുതിയ ആളൊന്നല്ല, നമ്മുടെ ഗോമതി സ്റ്റോഴ്സ് ബാലനില്ലേ, നമ്മുടെ ബാലേട്ടന്റെ സ്വന്തം മരുമകളാ, ആനന്ദിന്റെ ഭാര്യ ഇത്. ഓ അതെയോ, ബാലേട്ടൻ ഇവിടെ പോയി, ബാലേട്ടന്റെ മുതുകിന് ചെറിയൊരു പരിക്ക് പറ്റി റെസ്റ്റിലാ. ഓ അങ്ങനെയാണോ, ശരി എന്നുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ ദേവി ബാക്കി പൈസ കൊടുക്കുമ്പോ പറയുന്നുണ്ട്, ചേട്ടാ ഇവിടെ ഇന്നത്തെ ആദ്യത്തെ കൈനീട്ടം ചേട്ടന്റെയാണ്, നാളെയും ഈ കടയിൽ തന്നെ വരണം കേട്ടോ. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ ചേട്ടൻ അവിടെ നിന്ന് പോകുകയാണ്. രാമേട്ടൻ പറയുന്നുണ്ട്, മോള് ഒരിക്കലും അങ്ങനെ നാളെ ഈ കടയിൽ തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് കസ്റ്റമറെ നിർബന്ധം പിടിക്കാൻ പാടില്ല കേട്ടോ, അവർക്ക് ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല. ഓ അങ്ങനെയാണല്ലേ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം രാമേട്ട എന്നൊക്കെ പറയാണ്. അല്ല ആകാശിനെയും അതുപോലെ തന്നെ ധർമ്മമാമനെയും കാണുന്നില്ലല്ലോ, ഓ അവര് വന്നോളും എന്ന് പറയുന്നുണ്ട്. പിന്നെ ആകാശിന്റെ കാര്യം, അവന്റെ സ്വഭാവത്തിൽ ഇപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയണം. അതേസമയം ആകാശ് വീട്ടിലാണെന്നുണ്ടെങ്കിൽ മീനാക്ഷി എടുത്ത് പറയണ്ട, ഹോ എനിക്ക് കടയിൽ പോവാൻ തന്നെ തോന്നുന്നില്ല, ആ സ്ത്രീ അവിടെ ഉള്ളതുകൊണ്ട്. അതൊന്നും കുഴപ്പമില്ലെന്നേ, ദേവി അടുത്ത് ഒരു പാവമാണ് സത്യം പറഞ്ഞ. പാവം, ഈ വീട്ടിലെ പ്രശ്നങ്ങൾ പകുതി ഉണ്ടാക്കുന്നത് അവര് തന്നെയാണ്, നമ്മൾ ആ കാറ് കൊണ്ടുവന്നപ്പോ അവർക്കായിരുന്നു സഹിക്കാൻ പറ്റാത്തത്. പോട്ടെ സാരില്ല, നീ കടയിൽ പോവാൻ നോക്ക്. ഞാൻ പോകുന്നില്ല, എനിക്ക് ഒട്ടും താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ വൈകി പോകുന്നുള്ളൂ, അതൊന്നും ശരിയാവില്ല, നീ പോവാൻ നോക്ക്. ആകാശ് പോവാൻ നോക്കാനേ പറഞ്ഞത്, എന്തായാലും കുറച്ചു നേരം കഴിയട്ടെ, അവരവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ തന്നെ നിക്കണോ. ഇതുപോലത്തെ ഒരു ദേവി, എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം കണ്ടു, എനിക്ക് ഇഷ്ടമല്ല അവരെ എന്നൊക്കെ പറഞ്ഞ ആകാശ് ഇങ്ങനെ ദേവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ മീനാക്ഷി തിരുത്തുന്നുണ്ട്, ആകാശ് അങ്ങനെയൊന്നും അല്ല, അവരൊരു പാവാണ്, ചിലപ്പോ എന്തിനും കാണുമ്പോ എന്തെങ്കിലും പറയണമെന്നേ ഉള്ളൂ എന്നൊക്കെ. അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആകാശ് സമ്മതിക്കുന്നില്ല കേട്ടോ. എനിക്ക് കണ്ടുകൂടാ അവരെ, ഇഷ്ടമല്ല അവരെ, എന്തൊരു സ്ത്രീ അവര്, നമ്മൾ തമ്മിൽ തല്ലിക്കാനാ അവര് നോക്കണത്, ഈ വീട്ടിലെ അവർ വന്നേ പിന്നെ എത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് ഒരു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മിത്രയാണെങ്കിലോ ആര്യന് ഒരു സമാധാനം കൊടുക്കുന്നില്ല. ആര്യ, ആ ഡെഡ് ബോഡി അത് മിഥുന്റെ തന്നെ ആയിരിക്കും എന്ന് ചോദിക്കുമ്പോ ആര്യൻ പൊട്ടിത്തെറിക്കാട്ടോ. ദേ മിത്ര, ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചിരുന്നു, കുറെയായി നീ എപ്പോഴും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. നോക്കി, ഞാൻ നിന്നോട് പറഞ്ഞ മിഥുന്റെ ചാപ്റ്റർ വിടാനായിട്ട്, പക്ഷെ നിനക്കത് പറ്റില്ല, ഞാനൊരു മനുഷ്യനാണ്, എനിക്കും കുറച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെയായി എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനാകെ പൊട്ടിത്തെറിക്കുമ്പോ മിത്ര പറഞ്ഞിട്ട്, സോറി ആര്യ, എനിക്ക് ആകെ ടെൻഷൻ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ആര്യ, സോറി ക്ഷമിക്കണം എന്നൊക്കെ പറയാണ്. സാരില്ല, ഇനി നീ ആ കാര്യം പറയല്ലേ മിത്ര, എനിക്ക് ആകെ പാടട്ടെ, എനിക്കും കൂടി ടെൻഷൻ ആക്കല്ലേ, മറ്റുള്ളവരെയും കൂടി പേടിപ്പിക്കല്ലേ ഇങ്ങനെ നീ. ശരി ആര്യ, ഞാൻ അങ്ങനെ പറയില്ല, ആര്യന് എന്റെ ഒരു ധൈര്യമാണ് ആര്യ, ആര്യന് എന്തെങ്കിലും പറയുമ്പോൾ എനിക്കൊന്ന് സമാധാനമാണെന്ന് അറിയാവോ, അതുകൊണ്ടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ആര്യന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. എനിക്കറിയാം മിത്ര, പക്ഷെ നീ ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോ അത് ഞാനൊരു മനുഷ്യനല്ലേ, എനിക്കും ഉണ്ടാവില്ലേ കുറെ കാര്യങ്ങളും വികാരങ്ങളും വിചാരങ്ങളൊക്കെ, ഞാനും പല കാര്യങ്ങളും ടെൻഷൻസ് ഒന്നും നിന്നെ അറിയിക്കാതെയാണ്, അതുകൊണ്ട് ഈ കാര്യം നമുക്കിനി സംസാരിക്കേ വേണ്ട എന്നൊക്കെ ആര്യൻ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ധർമ്മനാണെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഈ മിഥുന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ. അപ്പൊ ഡോക്ടറെ പോയി കാണുന്നുണ്ട്. ആ ഡോക്ടർ, എന്റെ പേര് ധർമ്മൻ എന്നാണ്, ബാലന്റെ അളിയനാണ്. ഓ മനസ്സിലായി, അല്ല ബാലൻ എവിടെ പറഞ്ഞിരുന്നു ഡോക്ടർ, അളിയൻ ചെറുതായിട്ടൊന്ന് വീണു, അതുകൊണ്ട്. ഓ ഇപ്പൊ എങ്ങനെയുണ്ട്? 2-3 ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും ഡോക്ടർ. അല്ല എന്നോട് ഇവിടെ അളിയൻ പറഞ്ഞ് ഏൽപ്പിച്ചതേ, ഏതൊരു പയ്യൻ ഇവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ, നിങ്ങളുടെ അളിയൻ കാരണം രക്ഷപ്പെട്ട ഒരു പയ്യനെ അത്. അല്ല അവന് ബോധം വന്നായിരുന്നോ? എന്തെങ്കിലും കഞ്ഞിയോ എന്തെങ്കിലും കൊടുക്കാനായോ? ഞാൻ വേണമെങ്കിൽ ഫുഡൊക്കെ കൊണ്ടുവരാട്ടോ. അയ്യോ അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റുമെന്നില്ല, ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ ഇപ്പൊ കൊടുക്കാൻ പറ്റുള്ളൂ, ചെറിയ ഭയങ്കര തരിയൊന്നും ഇല്ലാത്ത ഫുഡ് പോലത്തെ സാധനം, ലിക്വിഡ് മാത്രം, അതും നമുക്ക് നോക്കിയിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല അത് എവിടെയാ കിടക്കുന്നത്? എപ്പോഴും ICU തന്നെയാണോ? ICU തന്നെ കിടക്കുന്നത്, എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, ധർമ്മം പോയി കണ്ടോളൂ എന്ന് ഡോക്ടർ പറയുമ്പോ ശരി ഞാൻ ഒന്ന് പോയി കണ്ടോളാം എന്ന് ധർമ്മം പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവിടേക്ക് പോലീസുകാർ വരുവാട്ടോ. പോലീസ് ചോദിക്കണ്ടല്ല, ആ ICU വന്ന പയ്യനെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോ ഓ ഒന്നും പറയാനായിട്ടില്ല എന്ന് പറയാണ് സാറേ എന്ന് പറയുമ്പോ ഇതാരാന്ന് ചോദിക്കുമ്പോ ഓ ഇതാണ് ധർമ്മൻ, ബാലന്റെ അളിയനാണ്. ഓ നമ്മുടെ ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ അല്ലേ? അതെ. എടാ തന്റെ അളിയൻ ഒരാളെ സ്കൂട്ടിക്ക് തെറിപ്പിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു, എന്റെ ആളെ എവിടെ പോയടാ? അയ്യോ സാറേ, എന്റെ അളിയനെ അങ്ങനെ ചെയ്യില്ല സാറേ, അളിയനൊരു പാവാണ്, എല്ലാരും രക്ഷിക്കാൻ മാത്രമേ അളിയനെ അറിയുള്ളൂ, എല്ലാരും സ്നേഹിക്കാൻ മാത്രമേ അളിയനെ അറിയുള്ളൂ, ആരും ആ പയ്യനെ ഉപദ്രവിച്ച് മൂലക്കിട്ട പയ്യനെ എന്റെ അളിയനെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. മതി മതി, ഇതേ നോക്ക്, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് സത്യങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ പോവാൻ നോക്ക്. അപ്പൊ ഡോക്ടർ പറഞ്ഞു അയാൾ പാവമുണ്ട് എന്ന് പറയുമ്പോ ശരി ശരി പോവാൻ നോക്കുന്ന ധർമ്മനോട് പറയണം. അപ്പൊ ധർമ്മൻ അവിടെ നിന്ന് പോകുവാട്ടോ. അങ്ങനെ മിഥുന
അങ്ങനെ മിഥുന് ധർമ്മം കാണുന്നില്ല കേട്ടോ. അങ്ങനെ ധർമ്മൻ അവിടെ നിന്ന് പോകാണ്. അതേ സമയത്ത് ഗോമതി സ്റ്റോഴ്സിലാണെങ്കിൽ ഓരോരോ കച്ചവടം ഓരോരുത്തരുടെ സാധനങ്ങൾ മേടിക്കാൻ വരുമ്പോഴേക്കും നമ്മുടെ ദേവി ചോദിക്കണ്ട്, അതെ രാമേട്ട ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, രാമേട്ട തെറ്റിദ്ധരിക്കരുത്. ഇല്ല മോള് ചോദിച്ചു എന്ന് പറയാണ്. അല്ല, ഈ ഗോമതി സ്റ്റോഴ്സിൽ എത്ര വരുമാനം വരും ഒരു ദിവസം? വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ടാ മോളെ. ഒരുപാട് വരുമാനം ഒന്നുമില്ല മോളെ, ലാഭമില്ല നഷ്ടത്തിലില്ല, സാധാരണ ഒരു നോർമൽ പോലെ. പിന്നെ മോൾക്കറിയാലോ ഇപ്പൊ ഷോപ്പിംഗ് കോംപ്ലക്സുകളും മോളുകളും അല്ല ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഇങ്ങനെ വന്ന കാലമല്ലേ. അതുകൊണ്ട് കടയിലൊന്നും വന്ന് മെനക്കെടാൻ ആർക്കും വയ്യ മോളെ, എല്ലാരും ഓൺലൈനല്ലേ വാങ്ങിക്കണത്. കുറച്ച് പൈസ കൂട്ടി കൊടുത്താലും കുഴപ്പമില്ല, വീട്ടുമുറ്റത്ത് കിട്ടുമല്ലോ. അതുകൊണ്ടൊക്കെ ഇപ്പൊ നമുക്ക് കച്ചവടമൊക്കെ കുറവാണ്. പിന്നെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒക്കെ വരും. ഓ അങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ആകാശ് വരുന്നുണ്ട്. ആകാശ് പറയുന്നുണ്ട്, ആകാശോട് ചോദിക്കണ്ട ദേവി, അല്ല ആകാശ് എന്താ വൈകിയത്? ഓ ഒന്നും പറയണ്ട ദേവി എടുത്തി, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ലേ ഇന്ന്. ഓ അച്ഛൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വൈകി എപ്പോഴും ക്വസ്റ്റ്യൻസ് ആയി, എപ്പോഴും വഴക്ക് പറയും. അച്ഛനില്ലല്ലോ, അതുകൊണ്ട് താമസിച്ചു വരാന്ന് വിചാരിച്ചു, അതുകൊണ്ടാ പതുക്കെ വന്നത്. ആകാശ് അവിടെ നിന്നേ എന്ന് പറയാണ് ദേവി. എന്താ എന്താ എടുത്തി? അതെ അങ്ങനെ പോവാൻ പറ്റില്ലല്ലോ. എന്താ എടുത്തി, എന്താ കാര്യം? അതെ അച്ഛൻ ഇവിടെ ഇല്ല എന്നുള്ളത് ശരി തന്നെയാണ്. ഇപ്പൊ ഇവിടുത്തെ കാര്യം നോക്കാൻ ഞാനല്ലേ. കറക്റ്റ് സമയത്ത് ആകാശിന് വരാൻ പറ്റുമെങ്കിൽ വാ, അല്ലാന്നുണ്ടെങ്കിൽ ആകാശ് വരണ്ട, ആ ദിവസത്തെ ശമ്പളവും ഇല്ല എന്ന് പറയാണ്. പെട്ടെന്ന് ആകാശ് രാമേട്ടനോട് പറയണ്ട, രാമേട്ട ദേവി എടുത്ത് ഭയങ്കര കോമഡി ആണല്ലോ. ഞാൻ കോമഡി അല്ല, കാര്യത്തിലാ പറഞ്ഞത്. ആകാശിന് വരാൻ പറ്റുമെങ്കിൽ മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ ആകാശ് വീട്ടിലിരുന്നോ, പൈസ ഇല്ലെന്ന് പറയാണ്. ആകാശാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ. ആകാശ് പറഞ്ഞതേ, നിങ്ങൾ എന്റെ ഏടത്തി അച്ഛൻ എന്റെ തലയിൽ കയറി നിൽക്കാൻ നോക്കണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാവട്ടോ അവിടെ. ശേഷം രാമൻ പറയണ്ട്, നോക്കുക ആകാശ് വഴക്കൊന്നുണ്ടാക്കുന്നത്, അത് ആനന്ദിന്റെ ഭാര്യയാണ്. നീ ആ ഒരു മര്യാദ അവർക്ക് കൊടുക്ക്, അവര് ചോദിച്ചെന്നല്ലേ ഉള്ളൂ. നീ വർക്കിനെ കയറുന്ന പറഞ്ഞിട്ട് ആകാശിനെ വർക്കിനൊക്കെ കയറ്റിപ്പിക്കണ്ട്. അതേസമയത്ത് ദേവിയുടെ അച്ഛനും ഉദയഭാനും അതുപോലെ തന്നെ ശ്രീകലയും കൂടി അവിടെ നിരങ്ങാൻ വേണ്ടി വരുവാട്ടോ. അത് ഈ വീക്കെൻഡ് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് പൈസയും പണവും ഒക്കെ മോഷ്ടിക്കാൻ വേണ്ടി വരുവാണ്. അപ്പൊ ആകാശ് ഇങ്ങനെ നോട്ടുവിടാട്ടെ ഈ ദേവിയുടെ അച്ഛൻ, ഇയാൾക്ക് എന്തൊക്കെയോ കള്ളത്തരുണ്ട്. അപ്പൊ അങ്ങനെ ആകാശ് ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് ഈ ഉദയഭാനോട്. അതും അടുത്താഴ്ച കാണാം. അതേസമയം ഇതില് തമിഴിൽ എന്താ നടക്കുന്നത് ഞാനിപ്പോ ഒരുപാട് നാളായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. തമിഴിലെ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ കേട്ടോ. തമിഴില് നമ്മുടെ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ അനുവും അതുപോലെ തന്നെ അലോകിന്റെ വിവാഹം കഴിഞ്ഞു. ആ ഒരു സംഭവം ഞാൻ അതുവരെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇപ്പൊ നടക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ ദേവി പ്രഗ്നന്റ് ആണ് കേട്ടോ. അങ്ങനെ ആനന്ദും ദേവി തമ്മിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ദേവി ഒരുപാട് കള്ളം പറഞ്ഞുകൊണ്ട് ആനന്ദിന് ചെറിയ ഇഷ്ടക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി തന്നെയാണ്, അവർ തമ്മിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു സമയത്താണ് ദേവിക്ക് പെട്ടെന്ന് ഒരു തലചുറ്റലും ഛർദിലൊക്കെ. അപ്പൊ ദേവി ഇങ്ങനെ ആകെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ഈശ്വര പ്രഗ്നന്റ് ആവണമെന്ന് ആകെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിദ്യ വരുന്നുണ്ട്. ദേവിയച്ചി ഇന്ന് പറഞ്ഞ ആ പ്രഗ്നൻസി കിറ്റ് നോക്കിയിട്ട് വരാൻ വേണ്ടി പറയാണ്. അങ്ങനെ ദേവി ബാത്റൂമിൽ പോകുന്നുണ്ട്. ബാത്റൂമിൽ പോയ ദേവി സന്തോഷത്തോടു കൂടി തന്നെ ഓടി വരും കേട്ടോ. എന്താ ദേവിയെടുത്ത് എന്ന് ദേവിയച്ചി എന്ന് പറയണം. അപ്പൊ ദേവി ആ സമയത്ത് വീട്ടിലാണ് കേട്ടോ, ദേവിയുടെ വീട്ടിലാണ്. അപ്പൊ അമ്മ ചോദിക്കണേ, എന്താടി എന്ന് പറയുമ്പോ, അമ്മയെ 2 വരെ തെളിഞ്ഞു അമ്മേ, അപ്പൊ അതിനകത്ത് ഞാൻ പ്രഗ്നന്റ് ആണമ്മേ എന്ന് പറയുമ്പോ അമ്മക്കും ശ്രീകലക്കും വിദ്യക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവര് കെട്ടിപ്പിടിക്കാണ് ദേവീനെ. ശേഷം ദേവീനെയും കൂട്ടിക്കൊണ്ട് കുറെ മധുരവും കൊണ്ടുവന്നിട്ട് നമ്മുടെ ഉദയവാനും ശ്രീകലയും വിദ്യയും ദേവിയൊക്കെ നമ്മുടെ ദേവമംഗലത്തേക്ക് വന്നിട്ട് എല്ലാവർക്കും മധുരം കൊടുക്കണം. അപ്പൊ എല്ലാവരും ചോദിക്കണ്ടേ എന്താ വിശേഷം ചോദിക്കുമ്പോ, ഈ വീട്ടില് ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നത് ദേവിക്കാണെന്ന് പറഞ്ഞിട്ട് അവർ ആ സന്തോഷ വാർത്ത പങ്കുവെക്കാണ്. ബാലനും ഗോമതിക്കൊക്കെ ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പൊ ആ ഒരു പ്രൊമോണ് തമിഴിൽ കാണിച്ചത്. മലയാളത്തിൽ ഉദയഭാന്റെ കള്ളത്തരം ബാലനും അതുപോലെ തന്നെ ആകാശമൊക്കെ അറിയാവുന്ന ഭാഗമാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.